സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമുക്കെന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് തന്ന 3 അത്യാവശ്യം നല്ല പവർഫുൾ CF കാർഡുകളെ കുറിച്ചിട്ട്. സോ അതിന് നമുക്ക് നല്ല രീതിക്ക് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കൊണാമി എന്നിട്ടുള്ള കുറച്ച് SS കുറച്ച് AMF ആയിട്ട് ഫ്രീ ആയിട്ട് തന്ന കുറച്ച് കാർഡുകളുണ്ട്. അത്യാവശ്യം നല്ലൊരു എപ്പിക് ലെവൽ അല്ലെങ്കിൽ ഡബിൾ ബൂസ്റ്റർ ആ ലെവലിൽ പെർഫോമൻസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല കാർഡ്. സോ അതിൻ്റെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതിൻ്റെ റിവ്യൂ ആണ് സംഭവം അതിൽ ഞാൻ പറയുന്നത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള 2 SS കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊണാമി ഫ്രീ ആയിട്ട് തന്നൊരു നെയ്മറുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഷോർട്ട് ടൈം ഇറക്കിയത്. പണ്ട് ഈ ഫുട്ബോൾ കളിച്ചവർക്ക് സാധനം ഈ കാർഡ് കാണണം. സംഭവം അത്യാവശ്യം നല്ലൊരു കാർഡാണ്. സോ അതിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്മർ. അത്യാവശ്യം കുറേ മാച്ച് കളിപ്പിച്ചിട്ടുണ്ട് ഈ നെയ്മർ. അത്യാവശ്യം നല്ല പ്ലെയറാണ് ഈ നെയ്മർ SS. സംഭവം നമുക്ക് 253 മാച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട്. 43 ഗോൾ, 30 അസിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ നിൽക്കുന്നില്ല. അത്യാവശ്യം നല്ല നമ്മൾ SS AMF ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അടിച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം ഗോളൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട്. സംഭവം അത്യാവശ്യം നല്ലൊരു കാർഡാണിത്. സോ ഇത് അത്യാവശ്യം ഉള്ളവരൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സംഭവം അത്യാവശ്യം നല്ല അടിപൊളി സീൻ കാർഡാണ് ഈ നെയ്മറിൻ്റെ കാർഡ് എന്ന് പറയുമ്പോൾ. അത്യാവശ്യം നല്ല നമുക്ക് ലോ പാസ്, ലോഫ്റ്റഡ് പാസ്, പിന്നെ നമുക്ക് ഡ്രിബിളിങ്, ഫിനിഷിങ്, പിന്നെ കേർള്, സെറ്റ് പീസ് ടേക്കിങ്, അത്യാവശ്യം എല്ലാം നല്ല ഉണ്ട്. പിന്നെ ആക്സിലറേഷൻ, സ്പീഡ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും മൂപ്പരാൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഈ ഡിഫെൻസ് അത്യാവശ്യം നല്ല ബ്രേക്ക് ആക്കിയിട്ട് ഇപ്പോൾ പോകാൻ കഴിവുള്ളൊരു കാർഡ് തന്നെയാണിത്. സോ ഇതൊരു നല്ലൊരു കാർഡാണ്. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാർഷൽ ടേൺ, ലോങ് ബോൾ കർളർ, നോ ലുക്ക് പാസ്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്, ഗെയിംഷിപ്പ്, അത്യാവശ്യം നല്ലൊരു കാർഡാണിത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാർഡ് എന്ന് പറയുമ്പോൾ SS നമ്മുടെ മർഡോണ. ഇത് അത്യാവശ്യം നല്ല കാർഡാണ്. ക്ലാസിക് നമ്പർ 10 ആണ്. സംഭവം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ക്ലാസിക് നമ്പർ 10 ഇപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് SS ഇടുമ്പോൾ. പിന്നെ മർഡോണ കാർഡായതുകൊണ്ട് പറയാൻ കൂടെ വേണ്ട. സ്റ്റാമിന കുറച്ച് കുറവാന്ന് തന്നെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല കർവ് അടിക്കാൻ പറ്റും. നല്ല നമുക്ക് ടേണൊക്കെ എടുക്കാൻ പറ്റിയൊരു കാർഡാണ്. സംഭവം 23 ഏജിലാണ്. 164 ഹൈറ്റ്, 91 മാച്ചും കളിച്ചിട്ടുണ്ട്. 17 ഗോൾ, 11 അസിസ്റ്റൊക്കെയാണ്. ക്ലാസിക് നമ്പർ 10 ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഈ ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ് ടൈപ്പ് പൊസിഷൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫിനിഷിങ് ഇതിൽ 82 കാണിക്കുന്നുള്ളൂ. പക്ഷേ സംഭവം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. കളിപ്പിച്ചവർക്ക് അറിയാം സംഭവം മൂപ്പരാളെ പെട്ടെന്ന് പിടിക്കാനും കിട്ടത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ടേണൊക്കെ എടുക്കാനൊക്കെ പറ്റും ഈ കാർഡ് വെച്ചിട്ട്. ഓവറോൾ ഒരു നല്ല കാർഡാണിത്. പിന്നെ ഞാനിത് ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം നിങ്ങളിപ്പോൾ ചോദിക്കും ഇതിനകത്ത് ഞാൻ കുറച്ച് മാച്ചെല്ലാം ഇറക്കിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം. പക്ഷേ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞ സംഭവം ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തോറ്റിരിക്കുന്ന കളിയൊക്കെ ആയിരിക്കും. 2-1 2-0 തോറ്റിരിക്കുന്ന കളിയായിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഇവരൊക്കെ നിർത്തുന്ന ഇറക്കി നോക്കും. അപ്പോൾ സംഭവം അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടിയ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല ബാലൻസ് ഒക്കെ ഉണ്ട്. സ്പീഡ്, ആക്സിലറേഷനൊക്കെ മർഡോണൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതൊരു അത്യാവശ്യം നല്ല കാർഡാണ്. അപ്പോൾ അത്യാവശ്യം ഉള്ളവരൊക്കെ ഈ സംഭവം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ചെയ്യുന്ന പ്ലെയർ തന്നെയാണ് മർഡോണ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നെയ്മർ തന്നെയാണ്. ആ ഷോർട്ട് ടൈം നെയ്മർ. അത് സംഭവം പണ്ട് ബസ് കളിച്ചവരടുത്ത് കാണും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 കാർഡ് നമുക്ക് AMF ആയിട്ട് നമുക്ക് കൊണാമി 2 ഫ്രീ ആയിട്ട് കാർഡ് തന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത 2 കാർഡുകളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ്. അത് നമുക്ക് ഷോർട്ട് ടൈമിൽ തന്നതാണ്. ഹോൾ പ്ലെയറും കൂടെയാണ്. സംഭവം അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രണ്ട് കടിച്ച് കയറി പോവുകയൊക്കെ ചെയ്യും. സംഭവം നമ്മളിപ്പോൾ 2 AMF ആക്കിയിട്ട് ഒന്ന് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നെയ്മർ, ഒരു സൈഡിൽ ബ്രൂണോ ഫെർണാണ്ടസ് എന്നിട്ട് കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിക്ക് പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. സംഭവം നമുക്ക് അടിച്ച് കയറി പോവും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഗോളൊക്കെ അടിച്ച് തരും. വലിയ സീനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ എപ്പിക് പ്ലേയേഴ്സിനെ കിട്ടുകൊണ്ടാണ് നമ്മളിതിനെ അങ്ങനെ ഇറക്കാത്തത്. നമുക്ക് ഉള്ളവരൊന്നും ഉപയോഗിച്ച് നോക്കുക. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന കാർഡൊക്കെ തന്നെയാണ്. ലോഫ്റ്റഡ് പാസ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ സംഭവം നമുക്ക് നല്ല രീതിക്ക് ത്രൂ പാസ്സൊക്കെ വെക്കാൻ ഈ കാർഡ് അടിപൊളി തന്നെയാണ്. ഈ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാർഡ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാർഡ് എന്ന് പറയാൻ നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ ഡിബ്രൂയിനാണ്. ഈ ഡിബ്രൂയിന് 101 റേറ്റഡ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഡിബ്രൂയിനാണ്.
സംഭവം ഇത് അടിപൊളിയാണ്, സീന് സാധനമാണ്. അത്യാവശ്യം നല്ല ലോങ് റേഞ്ചിലൊക്കെ അടിക്കുന്ന കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഡിബ്രൂയിന് ഇങ്ങനെ അടിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. അതുപോലത്തെ ഒരു കളി കളിക്കുന്ന കാർഡാണ് ഈ കാർഡ്. 101 റേറ്റഡാണ് സംഭവം. ക്രിയേറ്റീവ് പ്ലേ മേക്കർ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. ലോ പാസ്, ലോഫ്റ്റഡ് പാസ്, ഫിനിഷിങ്, പിന്നെ നമ്മുടെ കേറൽ, ഇതൊക്കെ എന്താ അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കാർഡിൽ നമ്മൾ സംഭവം സ്പീഡൊന്നും നോക്കാൻ നിൽക്കില്ല. കാരണം ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കൗണ്ടറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇവരെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കയറും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നിട്ട് ഇവന്മാർ ചിലപ്പോൾ ഓടിക്കയറിയിട്ട് നമുക്കൊരു ഗോളൊക്കെ അടിച്ചിരുന്ന രീതിക്കുള്ള ഒരു സീന് കാർഡുകളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ 4 കാർഡുകളും. അപ്പോൾ ഇതുള്ളവരൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന കാർഡുകളാണ്. സംഭവം നമ്മൾ വിചാരിക്കും എപ്പിക് പ്ലേസ് ഉള്ളപ്പോൾ ഇത് കാര്യമുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചിലരൊക്കെ ഈ മർഡോണയൊക്കെ ഇപ്പോഴും ഇറക്കുന്നവരൊക്കെ ഉണ്ട്. മർഡോണ, പിന്നെ നമുക്ക് സാൻറ്റോസിൽ നെയ്മർ 101 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അതൊക്കെ നമ്മളവർക്ക് ചെറിയ കാർഡുകളല്ലേ, വലിയ റേറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ ഇപ്പോഴും നല്ല വലിയ വലിയ എപ്പിക് പ്ലേയേഴ്സൊക്കെ, അല്ലെങ്കിൽ എപ്പിക് സ്ക്വാഡിലൊക്കെ അത്യാവശ്യം കാണുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണ് മർഡോണ, പിന്നെ നമ്മുടെ നെയ്മറൊക്കെ. സോ എന്തായാലും എല്ലാവരും ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കുക. സോ ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. സോ